കഥ നടക്കുന്നത് എറണാകുളത്തിനടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ. ആരാ നിങ്ങള്? ഒരു അപകട സൂചന. മാഡം, ഞാൻ ബാങ്കിൽ നിന്നാണ് വരുന്നത്. അതിന് ഞാൻ എന്ത് വേണം? നിങ്ങൾക്ക് കോൾ ചെയ്തിരുന്നില്ലേ ലോണിന്റെ വിഷയമായിട്ട്? ഓ, അത് നിങ്ങളാണോ? അതിനെന്താ അതോട്ട് വരൂ, വാ. നിങ്ങളുടെ ഡീറ്റെയിൽസ് പറയുവാണെങ്കിൽ ഞാൻ ഫോം ഫില്ലപ്പ് ചെയ്തേക്കാം. ശരി എന്നെ. നോക്കിക്കോ, ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. മാഡം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി 2 ഓപ്ഷൻ തരാം. ഓപ്ഷനോ? എന്താ എന്റെ ഉദ്ദേശം? ഫസ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ മാഡം, എന്താന്ന് വെച്ചാൽ തുറന്നു പറ, അവരുടെ സസ്പെൻസ് ഇടാതെ. നിങ്ങൾ കടമായി വാങ്ങിയ ഈ 2 ലക്ഷത്തെ കുറച്ചായി തിരിച്ചടയ്ക്കാം. രണ്ടാമത്തെ ഓപ്ഷൻ, പറഞ്ഞോളൂ, ധൈര്യത്തിൽ പറഞ്ഞോളൂ. നിങ്ങൾ ഈ കാശ് തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല. ഏത് റൂട്ടിലേക്കാ വണ്ടി തിരിക്കണേന്ന് എനിക്കിപ്പോ മനസ്സിലായി. ഈ കാശിന് പകരം നിങ്ങൾ വല്ലതും തരുവാണെങ്കിൽ നീ സൂക്ഷിച്ചോ, ചെക്കൻ ഇത്തിരി ആക്രാന്തം കൂടുതലുള്ള കൂട്ടത്തിലാ. ഈ 2 ലക്ഷം നിങ്ങൾ തിരിച്ചടയ്ക്കേണ്ട. അങ്ങനെയാണോ? എന്താ തരണ്ട ഞാൻ? എന്ത് ധൈര്യ നിങ്ങൾക്കുള്ളത്? ഒരു കയ്യബദ്ധം, നാറ്റുകരുത്. ഞാനിപ്പോ എന്ത് ചോദിച്ചാണ് നിങ്ങൾ ഇത്ര ദേഷ്യപ്പെടുന്നത്? ഇത് ജസ്റ്റ് ഓപ്ഷൻ മാത്രമാണ്. കുറച്ചൊക്കെ സംസ്കാരം വേണോടാ. നിങ്ങൾ വാങ്ങിയ കടം അടയ്ക്കുവാണെങ്കിൽ തിരിച്ചടച്ചോളൂ. ഓരോരുത്തന്മാർ രാവിലെ പാലും പഞ്ചാരം ചുണ്ടത്ത് വരട്ടിക്കൊണ്ട് ഇറങ്ങിക്കോളും. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കരിമിക്ക. നിങ്ങൾ കാശ് തിരിച്ചടയ്ക്കേണ്ട ആവശ്യമില്ല. പോയ ഒരു വാക്ക് കിട്ടിയ ഒരു ചരക്ക്. അങ്ങനെ ചെയ്താ ഈ പണം നമുക്ക് ഫ്രീ ആയി കിട്ടിയ പോലെയല്ലേ? അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? ഇതൊരു നല്ല ഓപ്ഷൻ ആണല്ലോ. ശരി, സമ്മതിക്കാം. ബെഡ്റൂമിലേക്ക് പോയാലോ മാഡം? ഓ ഭാഗ്യവാൻ. ഇതിപ്പോ പോട്ടന് ലോട്ടറി അടിച്ച പോലെ. മണ്ടത്തരം കാണിക്കാനുള്ള ബുദ്ധി പോലും അവനില്ല. പേടിക്കേ വേണ്ട. ശരി, അപ്പൊ ഞാൻ പോവാണ്. താങ്ക്സ്. അല്ല, അങ്ങനെ സംഭവിച്ചു കാണൂ. 20 minutes later. പക്ഷെ എന്റെ നോവലിൽ ഇപ്പോൾ ആവശ്യം അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റാണ്. നിന്റെ അടുത്ത് ഒരു കാര്യം പറയണമെന്നുണ്ടായിരുന്നു, ഞാനതങ്ങ് മറന്നുപോയി. എന്താ അത്? അപ്പൊ ഇനി സത്യം തുറന്ന് പറയാല്ലേ? പറയണോ? കുഴപ്പമാവൂലേ? പറയാതിരുന്ന അതിനും കുഴപ്പമാവൂലേ? അത് വേറൊന്നുമല്ല, ആ പെണ്ണ് വീട്ടിലുണ്ടായിരുന്ന സമയത്ത് ബാങ്കിൽ നിന്ന് ലോൺ തരാന്ന് പറഞ്ഞ് ആരോ 2 ലക്ഷം രൂപ അവർക്ക് കൊടുത്തു. എന്ത് പറ്റിയടാ? ചായ നെറുകന്തലേ കയറി ബ്ലോക്ക് ആയതാ. എന്നിട്ട് പിന്നെ എന്താ സംഭവിച്ചേ? എന്ത് സംഭവിക്കാൻ, വന്ന കാര്യം കഴിഞ്ഞിട്ട് അവൻ സ്ഥലം വിട്ടു. പൊട്ടനും പോയി, പണ്ടനും പോയി, പോട്ടും കിട്ടി. അതിനുശേഷം അവൻ കൊടുത്ത കാശ് അവള് ചെക്ക് ചെയ്ത് നോക്കിയപ്പോ കിട്ടിയ കാശ് മുഴുവൻ ഒറിജിനൽ അല്ല, ഫേക്ക് ആണെന്ന് മനസ്സിലായി. ചതിച്ചോ ദൈവമേ, എന്നെ തേച്ചതാണല്ലേ? മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടി ഇപ്പൊ ആൾക്കാർ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. നീ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. അരിയും മുങ്ങി, മണ്ണെണ്ണയും മുങ്ങി, മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. അങ്ങനെയാണെങ്കിൽ എന്നെ ഇതുപോലെ പറ്റിച്ചിട്ടുണ്ടാവോ? തോമസേ